ട്രാപ്പാണ്. കാരണം ഇയാൾ ഇൻവോൾവ്ഡ് ആണ്, ഇയാൾ ഡെയിലി ബിസിനസ്സിന് ഇൻവോൾവ്ഡ് ആണ്. അപ്പോൾ ഇയാൾക്ക് ഇൻകം കിട്ടുന്നുണ്ടെങ്കിലും ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്രീ ആവാൻ പറ്റില്ല. അപ്പോൾ ആക്ച്വലി ഈസ് എ സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ബിസിനസ്സുകാരൻ ഇതിലെല്ലാത്തിലും ഇൻവോൾവ്ഡ് ആയിക്കാരൻ. സംവിധാനവും ഡയറക്ഷനും പ്രൊഡക്ഷനും ഒക്കെ ഇയാൾ ഒറ്റയ്ക്കായിക്കാരൻ. സന്തോഷ് പണ്ഡിറ്റ് അങ്ങനെയാണല്ലോ, എല്ലാം മൂപ്പര വേറെ മുട്ടെടുക്കില്ല. ഇവിടെയാണ് നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം ആൾക്കാരും കുടുങ്ങി പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ മൂന്നാമത്തെ ബിസിനസ് സ്റ്റേജിൽ വരുന്ന സമയത്ത് ഇയാൾ എന്ത് ചെയ്യും, ഇയാൾ സെൽഫ് എംപ്ലോയിഡ് ആണ്, ട്രാപ്പാണ്, പക്ഷേ വിത്ത് ഇൻകമാണ്. അപ്പോൾ ആൾ കുറേയൊക്കെ സാറ്റിസ്ഫൈഡ് ആവും. മുമ്പത്തെ സ്റ്റേജിനാണ് സംതൃപ്തനാണ്, ഇൻകം കിട്ടുന്നുണ്ടല്ലോ. സോ അതാണ് ആക്ച്വലി തേർഡ് സ്റ്റേജ്. ഇവിടെ കുറച്ചും കൂടി എന്താവും, ബിസിനസ്സിൻ്റെ ഫങ്ഷൻസ് ഒക്കെ കുറച്ചും കൂടി ഫങ്ഷൻസ് ഓഫ് ബിസിനസ് ഫങ്ഷൻ ആവും. ഈ ഫങ്ഷൻസ് ഓഫ് ബിസിനസ് എന്തൊക്കെയാണ്? ബിസിനസ്സിന് 7 ഫങ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാവും 7 ഫങ്ഷൻസ്? ഇത് ഫങ്ഷൻ ആവാൻ തുടങ്ങുന്ന സ്റ്റേജാണ് മൂന്നാമത്തെ സ്റ്റേജ്. ഫങ്ഷൻസ് ഓഫ് ബിസിനസ് ഏതൊക്കെയാണ്? ഫങ്ഷൻസ് ഓഫ് ബിസിനസ് ആണ്: 1 മാർക്കറ്റിംഗ്, 2 സെയിൽസ്, 3 ഓപ്പറേഷൻ, 4 R&D, 5 അക്കൗണ്ട്സ്, 6 HR, 7ാമത്തതാണ് മാനേജ്മെൻറ്റ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ബിസിനസ്സുകാരൻ ഇതിലെല്ലാത്തിലും ഇൻവോൾവ്ഡ് ആയിക്കാരം. മാർക്കറ്റിങ്ങും അയാളേക്കാരം, അയാൾ ഒരു കിട്ടുണി സർക്കസ് ആയിക്കാരം, ഒരു സന്തോഷ് പണ്ഡിറ്റാവും, അതല്ലെങ്കിൽ നമ്മൾ പറയുക ഒരു ബാലേന്ദ്രമേനോനാണ്. ഫുള്ള് സംവിധാനവും ഡയറക്ഷനും പ്രൊഡക്ഷനും ഒക്കെ ഇയാൾ ഒറ്റയ്ക്കായിക്കാരം. സന്തോഷ് പണ്ഡിറ്റ് അങ്ങനെയാണല്ലോ, എല്ലാം മൂപ്പര വേറെ മുട്ടെടുക്കില്ല. ഇവിടെയാണ് നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം ആൾക്കാരും കുടുങ്ങി പോകുന്നത്. കാരണം ഇയാൾ ഉരുകി തീരും. എനിക്ക് വേറെ ഒന്നിനും സമയം ഉണ്ടാവില്ല. കാരണം മാർക്കറ്റിംഗ് ഇയാൾ ചെയ്യണം, സെയിൽസ് ഇയാൾ ചെയ്യണം. ഒന്നാമത്തെ ഒരു പ്രശ്നം, ഇവർക്ക് പെർഫെക്ഷൻ പ്രശ്നം ഉണ്ടാവും. എല്ലാം ഞാൻ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ എന്നുള്ള ഒരു തോന്നൽ മഹാഭൂരിപക്ഷം ഓൺട്രപ്രണേഴ്സിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ മഹാഭൂരിപക്ഷം ഓൺട്രപ്രണേഴ്സും ഈ 3 സ്റ്റേജിലാണുള്ളത്. ഞാനിപ്പോൾ കഴിഞ്ഞ 6 മാസം 30 ആളുകൾക്ക് പേഴ്സണലി എന്ത് ചെയ്തതുപോലെ കേസ് സ്റ്റഡി പഠിച്ചു. 30 ബിസിനസ്സിൻ്റെ ഭാഗമായി. ഈ 30 ആളുകൾക്ക് ഈ പ്രശ്നമുണ്ട്. അതിൽ 100 CR മുകളിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞത് CR അല്ല ഇവിടെ കാൽക്കുലേഷൻ, ടേൺ ഓവറുള്ള ബിസിനസ് ഉണ്ട്. ഈ പറയുന്ന 3 സ്റ്റേജിലാണുള്ളത്. ഈ പറഞ്ഞ 3ാം സ്റ്റേജിൽ എത്തുമ്പോൾ ഒരു കോച്ചിങ് എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഫണ്ട് ഉണ്ടാവില്ലല്ലോ. ഒന്നാമത്തെ സ്ട്രഗ്ലിംഗ് ടൈമാണ്. രണ്ടാമത്തെ എന്താണ്, രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സർവൈവൽ സ്റ്റേജാണ്. അപ്പോഴേക്ക് ഫണ്ടില്ല, ഒരു ഇൻകം ഇല്ലാതാണല്ലോ വർക്ക് ചെയ്യുന്നത്. 3ാമത്തെ സ്റ്റേജിൽ ഇൻകം കിട്ടുന്നുണ്ട്, പക്ഷേ സെൽഫ് എംപ്ലോയിഡ് ആണ്. അപ്പോഴാണ് ഓല് എന്ത് ചെയ്യുന്നത്, പലപ്പോഴും കൺസൾട്ടിങ്ങിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, കോച്ചിങ്ങിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, മെൻറ്ററിങ്ങിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, ട്രെയിനിങ് കൊടുക്കാനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അതിന് മുമ്പ് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല, ചിന്തിക്കാനും സമയം ഉണ്ടാവില്ല. അപ്പോൾ ചില ആളുകൾ ഈ സ്റ്റേജിലാണ്, ചില ആളുകൾ 4ാമത്തെ സ്റ്റേജിലാണ്. മഹാഭൂരിപക്ഷ ആളുകളും 97% ആളുകളും ഈ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞ സ്റ്റേജിലാണുള്ളത്. അവിടെ എന്താണ്, ഇവർ ഈ പറയുന്ന 7 ഫങ്ഷൻസിൽ കൂടിയും കിടക്കാണ്. അല്ലെങ്കിൽ ഈ 7 ഫങ്ഷൻസ് ഫങ്ഷൻ ആയിട്ടുണ്ടാവില്ല. ചിലത് ഫങ്ഷൻസ് നടക്കുന്നുണ്ടാവുള്ളൂ, 2-3 കാര്യങ്ങൾ ഫങ്ഷൻസ് നടക്കുന്നുണ്ടാവുള്ളൂ. സോ അതാണ് 3ാമത്തെ സ്റ്റേജ്. 4ാമത്തെ സ്റ്റേജാണ് സക്സസ്. അവിടെ റാപ്പിഡ് ഫിനാൻസ് ഗ്രോത്ത് ഉണ്ടാവും. റാപ്പിഡ് ഫൈനാൻഷ്യൽ ഗ്രോത്ത് വരുന്ന സ്റ്റേജാണ് 4ാമത്തെ സ്റ്റേജ്, സക്സസ്. ഇവിടെ ഈ ഓൺട്രപ്രണർ കുറച്ചും കൂടിയൊക്കെ ഫ്രീ ആവും. പക്ഷേ ഈ 3ാമത്തെ സ്റ്റേജ് ആക്ച്വലി എന്താണ്, ട്രാപ്പാണ്. കാരണം ഇയാൾ ഇൻവോൾവ്ഡ് ആണ്, ഇയാൾ ഡെയിലി ബിസിനസ്സിന് ഇൻവോൾവ്ഡ് ആണ്. അപ്പോൾ ഇയാൾക്ക് ഇൻകം കിട്ടുന്നുണ്ടെങ്കിലും ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്രീ ആവാൻ പറ്റില്ല. അപ്പോൾ ആക്ച്വലി ഈസ് എ സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ. ഇയാൾ ബിസിനസ് ഓണറായിട്ട് അയാൾ ഏർപ്പാട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 4ാമത്തെ സ്റ്റേജിൽ കയറുമ്പോഴാണ് റാപ്പിഡ് ഫൈനാൻഷ്യൽ ഗ്രോത്ത് വരിക. ഈ റാപ്പിഡ് ഫൈനാൻഷ്യൽ ഗ്രോത്ത് വരണമെന്നുണ്ടെങ്കിൽ ഇയാൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, അവിടെ ഇയാൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ വളർത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ പറഞ്ഞ 7 ഫങ്ഷൻസും ഒക്കെ ഉണ്ടാവും. മാർക്കറ്റിങ്ങിൽ ഇയാൾ ഹെഡിനെ കൊണ്ടുവരും, മാർക്കറ്റിംഗ് മാനേജർ വരും ചിലപ്പോൾ അവിടെ, അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിന് അവിടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അയാൾ ഏൽപ്പിക്കും. സെക്കൻഡ് ലെവൽ ലീഡേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. സെയിൽസിലൂടെ എന്ത് ചെയ്യും, മാനേജർ വരും, HR മാനേജർ വരും, ഫൈനാൻസ് മാനേജർ വരും, ഓപ്പറേഷൻ മാനേജർ വരും, R&Dക്ക് ചിലപ്പോൾ ടീം വരും. ചിലപ്പോൾ R&D ഇയാളെന്നാവും ചെയ്യുക, ചിലപ്പോൾ ടീമായിട്ടുണ്ടാവില്ല, അത്ര ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഇയാളെന്നാവും ചെയ്യുക, R&D ചെയ്യുക. പിന്നെ എന്താവും, അക്കൗണ്ട്സിൽ മാനേജർ വെക്കും, അല്ലെങ്കിൽ അക്കൗണ്ട്സിന് ഒരു അക്കൗണ്ടിനും ഉണ്ടാവും. അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജാണ് ആക്ച്വലി എന്ത്, ഈ അവിടെയാണ് റാപ്പിഡ് ഫിനാൻഷ്യൽ ഗ്രോത്ത് വരിക. കാരണം ഇയാൾ ബിസിനസ് കുറേയൊക്കെ ഫ്രീ ആയി തുടങ്ങിയിട്ടുണ്ടാവും.
ഇയാൾ എന്തിലേക്ക് കയറും? മാനേജ്മെൻറ്റിലേക്ക് കയറും. 7ാമത്തെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇയാൾ കയറും. മറ്റതൊക്കെ എന്ത് ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോഴാണ് ഈ റാപ്പിഡ് ഫിനാൻഷ്യൽ ഗ്രോത്ത് വരിക. പക്ഷേ സക്സസ് ആയാലും ബിസിനസ് എന്ത് ചെയ്തിട്ടില്ല, സക്സസ് സ്റ്റേജിൽ എത്തിയിട്ടുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് അയാൾക്ക് കയറണമെങ്കിൽ എന്ത് ചെയ്യണം? അയാൾ അടുത്ത സ്റ്റേജാണ് സ്കെയിൽ. അതിന് വേണ്ടിയിട്ടാണ് എല്ലാ ബിസിനസ്സുകാരും ബിസിനസ് തുടങ്ങുന്നത്. നമ്മൾ ഓൾ ഓവർ ഇന്ത്യയിൽ ബിസിനസ് എത്തണമെങ്കിൽ, ഓൾ ഓവർ വേൾഡ് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? സ്കെയിൽ ചെയ്യണം. സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫങ്ഷൻസൊക്കെ ഫങ്ഷൻ ആവണം. ഈ ബിസിനസ്സിൻ്റെ ഏത് ഫംഗ്ഷനും ഫംഗ്ഷൻ ആയാൽ അയാൾക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒന്ന് വരുമ്പോൾ മറ്റത് പൊട്ടും. മുഗൾ സാമ്രാജ്യം പറയും, ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇത് ഉണ്ടാക്കുമ്പോൾ അപ്പുറത്ത് പൊട്ടിപ്പോയിണ്ടാവും. ഒരു ഭാഗത്ത് ഇയാൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ മറ്റേ ഭാഗം പൊട്ടിയിട്ടുണ്ടാവും. പിന്നെ വേറെ സംഭവം, ഇപ്പോൾ അടുത്ത് ഇന്നലെ തന്നെ ഒരു ബിസിനസ് ക്ലയൻറ്റ് കാണാൻ വന്നു. അപ്പോൾ പുള്ളിയൊക്കെ ചെയ്യുന്ന ഒരു മഹാവിഡിത്തം നമ്മളൊക്കെ ചെയ്ത് തന്നെയാണ്. ഒരു ബിസിനസ് സക്സസ് സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുമ്പ് അടുത്ത ബിസിനസ് തുടങ്ങും. ഒരു ബിസിനസ് സക്സസ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല, അപ്പോഴേക്കും അടുത്ത ബിസിനസ് തുടങ്ങും. അപ്പോൾ എന്താ സംഭവിക്കുക? ഇയാൾ ചിലപ്പോൾ സ്ട്രഗിളിലോ സർവൈവലേക്കാരം. അപ്പോൾ എന്താവും? എല്ലാം സ്ട്രഗിളിലേക്കാരം. പുള്ളി ഇതാണെങ്കിൽ കാർ വാഷിൻ്റെതാണ്. അപ്പോൾ എന്താണ്, അത് സ്ട്രഗിളിലായി. കോവിഡ് വന്നപ്പോൾ എന്ത് ചെയ്തു? അത് സ്ട്രഗിൾ എന്ന് പറയുമ്പോൾ സർവൈവ് സ്റ്റേജായി. അപ്പോഴേക്ക് പുള്ളി വേറെ ബിസിനസ് തുടങ്ങി. അപ്പോൾ രണ്ടും എന്ത് ചെയ്തു? ഒന്ന് വിജയിപ്പിക്കാതെ എങ്ങനെ അടുത്ത വിജയിപ്പിക്കാൻ പറ്റുക? ഒരിക്കലും ഒരു ബിസിനസ്സിൻ്റെ ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ആരും ആഗ്രഹിക്കുന്നുണ്ടല്ല. കാരണം വാരൻ ബഫറ്റിൻ്റെ തിയറി അനുസരിച്ച് ഒരു ബക്കറ്റിൽ മാത്രം പൈസ ഇടുന്നതാണ്. 5-6 ബക്കറ്റ്സ് വേണ്ടി വരും. 5-6 ബക്കറ്റ്സ് ഇല്ലെങ്കിൽ എന്താവും? നമ്മൾ കുടുങ്ങിപ്പോവും. പക്ഷേ ഒരു ബക്കറ്റ് എന്ത് ചെയ്യണം? ഒരു ബിസിനസ് സക്സസ്ഫുൾ ആക്കിയിട്ട് വേണം മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ. ഇല്ലെങ്കിൽ മൊത്തത്തിൽ എന്താവും? ഇയാൾ ആകെ കുടുങ്ങിപ്പോവും. പിന്നെ ഇയാൾ ഗൾഫിലേക്ക് പിന്നെയും തിരിച്ച് കയറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ NRI കുറേ 20 കൊല്ലമൊക്കെ ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ട് അങ്ങനത്തെ സുഹൃത്ത് എനിക്കുണ്ട്. 20 കൊല്ലം 18 കൊല്ലം ഗൾഫിൽ ഒമാനിൽ വർക്ക് ചെയ്ത് നമ്മുടെ നാട്ടിൽ ബിസിനസ് തുടങ്ങി തിരിച്ച് പിന്നെയും പോയി. 1 കൊല്ലം കൂടെ 1.5 കൊല്ലം കൂടെ കൂട്ടി വീണ്ടും കയറി. അപ്പോൾ 18 കൊല്ലത്തെ NRI അയാൾ അത്രയും കാലത്തെ എഫേർട്ട് എന്താണ്? ഈ ബിസിനസ്സിൽ നശിച്ചു പോവുകയാണ്. അയാൾ അത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വപ്നങ്ങളുമായിട്ട് വന്നിട്ട് 1 കൊല്ലം കൊണ്ട് പൈസ മൊത്തം പോകാറാൽ അത്രയും പരിതാപകരമായ അവസ്ഥ എന്താ? അപ്പോൾ ഒരു മാർക്കറ്റ് റിസർച്ചും ചെയ്യൂല, ഒരു ഫീസിബിലിറ്റി സ്റ്റഡിയും ചെയ്യൂല, ബിസിനസ്സൊക്കെ അങ്ങോട്ട് എടുത്ത് ചാടുകയാണ്. എന്നാൽ ചാടിയാൽ ശരിയാക്കാൻ നോക്കുമോ? അതും ശരിയാക്കാൻ നോക്കില്ല. അപ്പോഴേക്ക് അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ്. അപ്പോൾ സ്കെയിലബിൾ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത്, നമ്മൾ 6ാമത്തെ സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് എന്താ മാറ്റം വരിക? അവിടെ മാറ്റം വരിക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സെക്കൻഡ് ലെവൽ ലീഡേഴ്സ് എന്തായി മാറും? C-ലെവൽ എംപ്ലോയീസ് ആയിട്ട് മാറും. C-ലെവൽ എംപ്ലോയീസ് പറഞ്ഞാൽ അവിടെ എന്ത് വരും? COO, ചീഫ് ഓപ്പറേഷൻ ഓഫീസർ. ഇപ്പം ഞാനിവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് വളർന്നു വന്ന കുറച്ച് കമ്പനികൾക്ക് മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. COO, CEO, CMO, CFO, CHRO, CO, ഇങ്ങനെ കുറേ സംഭവങ്ങൾ പോസ്റ്റ് വരും. ഇങ്ങനെ ആളുകൾ വരാതെ ഒരിക്കലും സ്കെയിലബിളിലേക്ക് പോകാൻ കഴിയില്ല. അത് സ്വപ്നം മാത്രമേ കാരണം മറ്റേ പറയുന്ന സെക്കൻഡ് ലെവൽ മാനേജേഴ്സിന് ബിസിനസ് സെൻസ് ഉണ്ടാവില്ല. അവർക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജ് ചെയ്യാനേ കഴിയുള്ളൂ. പലപ്പോഴും നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന ആൾക്കാരെ അവർ നമ്മളെ കൂടെ നിന്ന ആൾക്കാരെ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റുകൾ മാനേജ് ചെയ്യുന്നത്. ഗൂഗിൾ മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ മാനേജ് ചെയ്യുന്നത് ഒന്നല്ല, ഒരു എന്തെയ്യുന്നത് പുറത്തുനിന്ന് ആളുകളെ ഹയർ ചെയ്തതാണ്. സത്യം അതല്ല, ഹയർ ചെയ്യപ്പെട്ടതാണ്. സുന്ദർപ്പിച്ച് ഹയർ ചെയ്യപ്പെട്ടതാണ്. ഇന്ദ്രനൂയി ഹയർ ചെയ്യപ്പെട്ടതാണ്. ഇവരൊക്കെ എന്താണ്? CEO, CMO, CFO ഈ റേഞ്ചിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ് നടത്തണമെങ്കിൽ എന്ത് വേണം? CFO വേണം. ഒരു 10 വർഷത്തെ. മറ്റേത് അക്കൗണ്ട്സ് ചെയ്യുക. അക്കൗണ്ടൻറ്റിൻ്റെ പണി അക്കൗണ്ട്സ് ചത്ത കുട്ടിക്ക് ജാതകം നോക്കലാണ്. അതിന് ടാലി മതി. അതല്ല ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. ഇനി അക്കൗണ്ട് മാനേജർ ആണെങ്കിലും റിപ്പോർട്ടിംഗ് ഉണ്ടാവുള്ളൂ. പ്ലാനിങ് നടക്കണമെങ്കിൽ ആരും വേണം. അവിടെ CA-കാരൻ വേണം, അല്ലെങ്കിൽ CMO, അല്ലെങ്കിൽ CMA കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ട് വേണം. അവർക്ക് CFO ആകാൻ പറ്റുള്ളൂ. റിയലായിട്ട് CFO ആകാൻ പറ്റുള്ളൂ. മറ്റേ നമ്മൾ വെറുതെ പോസ്റ്റ് കൊടുക്കുകയാണ്. COO എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ഓഫീസറാണ്. ആൾക്ക് ഇൻഡസ്ട്രിയിൽ ഓപ്പറേഷനിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവണം. അയാൾക്ക് ബിസിനസ് സെൻസും ഉണ്ടാവും. ബിസിനസ് സെൻസുള്ള ആൾക്ക് അത് പറ്റുള്ളൂ, അത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അത് CMO ആണ്, ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ആണെങ്കിൽ എന്തായിക്കാരം? അയാൾ എക്സലൻ്റ് ആയിക്കാരം. അത് നമ്മൾ മിക്കപ്പോഴും പുറത്തുനിന്ന് ഹയർ ചെയ്യണം. ഈ സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് ശരിക്കും എന്ത് പറ്റുള്ളൂ? ബിസിനസ്സിനെ സ്കെയിലബിൾ ആയിട്ട് ഓൺട്രപ്രണർക്ക് പുറത്ത് കടക്കാൻ പറ്റുള്ളൂ. ഓൺട്രപ്രണർ ഇല്ലാതെ ബിസിനസ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ എത്ര ബിസിനസ് നമ്മുടെ നാട്ടിൽ റൺ ചെയ്യുന്നുണ്ട്? എണ്ണാൻ പറ്റും കഴിയുമ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ. മലപ്പുറം ജില്ലയിൽ 10ൻ്റെ താഴെ ഉണ്ടാവുള്ളൂ. 10ൻ്റെ താഴെ ഞാൻ വെറുതെ പറയണം, ഇല്ല. ഓൺട്രപ്രണർ ഇല്ലാതെ ഏത് ബിസിനസ്സാണ് റൺ ചെയ്യുന്നത്? അല്ലേ? നമ്മൾ പലപ്പോഴും ബിസിനസ്സുകാർ ഭയങ്കര എൻജോയ് ചെയ്യുന്ന സംഭവമാണ് I am busy എന്ന് പറഞ്ഞു കൊടുത്തു.
അല്ലെ? നമ്മൾ പല ബിസിനസ്സുകാരുടെയും പ്രൊഫൈൽ പിക്ചർ എന്തെങ്കിലും ഫോണൊക്കെ പിടിച്ചത് ഭയങ്കര തിരക്ക് കാണിക്കാനാണ് ഫോൺ പിടിക്കുന്നത്. ആക്ച്വലി ബിസിയാണെന്നാണ് കാണിക്കുന്നത്. ശരിക്കും ബിസിനസ് പറഞ്ഞാൽ ബിസി ആവലാണോ? യഥാർത്ഥ ബിസിനസ്സുകാരൻ ഗോൾഫും കളിച്ച് അടക്കുന്നുണ്ടാവും അല്ലേ? യഥാർത്ഥത്തിൽ ബിസിനസ്സുകാർ നോക്കുകയാണെങ്കിൽ ഒരു ഗോൾഫ് കളിക്കുകയോ അല്ലെങ്കിൽ ടൂർ പോവുകയോ വേൾഡ് ടൂർ പോവുകയോ അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലുമൊക്കെ അവരുടെ എൻ്റർടൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടാവും. അവർ ഇപ്പോൾ ഓഫീസിൽ പോയിക്കാണ്ട് ക്യാഷിൽ പോയി ഇരിക്കണമെന്നും ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ആക്ച്വലി റിയൽ ബിസിനസ്. അതാണ് യഥാർത്ഥത്തിൽ ബിസിനസ്. അതെല്ലാവരും ഈ പറയുന്ന 6 സ്റ്റൈലിലൂടെ കടന്നിട്ടാണ് അവിടെ എത്തുന്നത്. അല്ലാതെ തുടക്കത്തിൽ തന്നെ എന്തല്ല അങ്ങനെയല്ല അവർ എത്തുന്നത്. പക്ഷേ പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാത്തതുകൊണ്ട്, നമ്മളെ ഇതിൻ്റെ പേര് തന്നെ ബിസ് അവെയർ എന്നാണ്, അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പല ആളുകളും സ്റ്റക്കാവുന്നത്.